ദിവ്യ എന്നോടത് പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛാ. അംജത്ത് വഴിയാ ഞാനിപ്പോ ഈ ട്രാൻസ്ഫറിനുള്ള കരിക്കൾ നീക്കിയത്. അതുകൊണ്ട് ശ്രേയ അറിയാനൊന്നും പോകുന്നില്ല. എല്ലാം വളരെ രഹസ്യമായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ബാലമാമേ, ശ്രേയയുടെ ലക്ഷ്യം നമ്മളോടുള്ള പ്രതികാരമല്ലേ? അവളിനി ഈ ജോലി വേണ്ടെന്ന് വെക്കോ? ഏയ് അതില്ല. ജോലി ഒരിക്കലും അവള് കളയില്ല. അധികാരം വെച്ചല്ലേ അവള് പക വീട്ടാൻ നോക്കുന്നത്. കെട്ടാൻ പോകുന്നതിനോ ഒരു പണിയില്ല. ഇനി ആ പെണ്ണും കൂടി ജോലി കളഞ്ഞാ എങ്ങനെ ജീവിക്കും? നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ അവൾക്ക്? പിന്നെ മക്കളെ, ഈ കാര്യം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി. ശ്രേയക്ക് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം അവരാരെങ്കിലും പറഞ്ഞേ നമ്മൾ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓ മനസ്സിലായ അച്ഛാ. ആക്ടിങ് അല്ലേ? ഒന്നും അറിയാത്ത പോലെ. ഞാനിത് ഗോവിന്ദനോട് പോലും പറഞ്ഞിട്ടില്ല. അവനെനിക്ക് വിശ്വാസമില്ലാത്തോണ്ടല്ല. ഇത് എന്റെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ മതി എന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ മക്കളോട് കൂടി പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ അങ്കലാപ്പ് മാറി സന്തോഷായിക്കോട്ടെ എന്ന് കരുതി. സന്തോഷായി ബാലമാമേ. ഇനി നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാലോ. അതെ മക്കളെ, എന്താ ശരി. താങ്ക്സ് അച്ഛാ. കക്കുതി, ഐ ലവ് യു. അയ്യേ, ഒന്ന് പോയേ. ഇത് ബെഡ്റൂം ഒന്നും അല്ല. അല്ല, അതിനിപ്പോ എന്താ? ഹലോ സർ. ആശ്രയ, ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ലെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ ഓർഡറിൽ ഒരു മാറ്റം വരുത്താനും എനിക്ക് കഴിയില്ല. സോറി. മോളെ, ശ്രേയ, ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന്. ഇനി എന്ത് ചെയ്യും മോളെ? ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ. ആരെയും കൊന്നിട്ടാണെങ്കിലും എനിക്ക് തിരിച്ചിവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടണം. അല്ലാതെ എന്റെ പൊസിഷനും അധികാരമൊന്നും കളയാൻ പറ്റില്ല. പക്ഷേ ആയിരപ്പറക്കാരെ വെറുതെ വിടാനും. അത്ര നോക്കാൻ പറ്റുന്നില്ല ബാല. കൊലപാതകം ആത്മഹത്യ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ സാധാരണ കാര്യമല്ലേ ഗോവിന്ദ? അതിൽ വേറെ വല്ല വാർത്തയുണ്ടെങ്കിൽ പറ. വേണ്ട, ഞാനൊന്നും വായിക്കുന്നില്ല, നിർത്തി. അപ്പച്ചി, വലിയളിയാ, പന്തലുകാരെത്തി. ഇനി അങ്ങോട്ട് ആഘോഷമായിരിക്കും. എന്താഘോഷം? നിന്നെ 16 അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കല്ലേ അല്ല, കല്യാണാഘോഷം. എല്ലാം ഇങ്ങോട്ട് ഇറക്കിയോ? ഇറക്കുവാ. എന്നാ ഇതുവരെ കൊണ്ടു എടുത്തു. എത്തിയല്ലോടാ. എടാ, എവിടെയൊക്കെ പന്തല് വേണമെന്ന് പറഞ്ഞു കൊടുക്ക്. ആൾക്കാര് കണ്ട മോശം പറയല്ലേ. പന്തലൊന്നും ആരും മോശം പറയില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് നാട്ടുകാർ മോശം പറയും. എടോ മാഷേ, എടാ, ഇയാള് പറയുന്നൊന്ന് നീ മൈൻഡ് ചെയ്യണ്ട. നീ ഇങ്ങോട്ട് വന്നേ, വാ. ജോഷി, ഇത്ര സാധനങ്ങളേ ഉള്ളോ? ഇത് ഈ വീടിന് ചുറ്റി ഇടാവളേ ഉള്ളൂ. ഇത് തയ്യാതെ വരുമല്ലോ. ഇത് ഈ വീടിന് ചുറ്റി ഇടാവളല്ലേ ഉള്ളൂ. ബാക്കി സാധനം പുറകെ വരുന്നുണ്ട്. ധൈര്യമായിട്ടിരി. അതെ, എന്നാ പണി കിടക്കട്ടെ. കല്യാണത്തിന്റെ ഓളവേ എല്ലാവരും ഒന്ന് കാണണം.
ഈ പന്തലിന്റെ വാടക ഉണ്ടായിരുന്നെങ്കിലേ ഏതെങ്കിലും അനാഥാലയത്തിലെ പാവങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കായിരുന്നു. അല്ലേ ഗോവിന്ദ? ബാല വേണ്ട, ഒന്നും പറയണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ.